നിരന്തരം കഷ്ടപ്പെട്ട് പഠിക്കുന്ന അല്ലെങ്കിൽ ഒരു ലക്ഷ്യം നേടാൻ വേണ്ടി കഷ്ടപ്പെട്ട് നിരന്തരം പണിയെടുക്കുന്ന റെസ്റ്റില്ലാതെ പണിയെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ സത്യത്തിൽ നമ്മൾ ഇത്രയും പണിയെടുത്ത് അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് ക്ഷീണിച്ച് ഒരു കാര്യം നേടേണ്ട ആവശ്യമുണ്ടോ? ഹായ് ഹലോ വ്യൂവേഴ്സ്, ഞാൻ അരീബ. വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ സാധാരണ നമ്മളോട് എല്ലാവരും എന്താ പറയുക, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം, നന്നായിട്ട് കഷ്ടപ്പെട്ട് പഠിക്കണം, കഷ്ടപ്പെട്ട് പഠിച്ച് നേടണം, ഇങ്ങനെയൊക്കെയാണ് അല്ലേ. റെസ്റ്റ് ഇല്ലാതെ ഒരു നേരം റെസ്റ്റ് എടുത്ത് നിൽക്കുമ്പോൾ സമയം വെറുതെ കളയരുത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മളെ പിന്നാലെ വന്നിട്ട് ഉപദേശങ്ങളൊക്കെ കേൾക്കാറുണ്ട് അല്ലേ. പക്ഷേ ഞാൻ പറയാണ്, സത്യത്തിൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഇടയ്ക്ക് നമ്മൾ റെസ്റ്റ് ചെയ്യണം, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. ആ പയ്യെ ഒരു മരം വെട്ടുകാരുടെ കഥ കേട്ടിട്ടില്ലേ? കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയാം കേട്ടോ. അതായത് 2 മരം വെട്ടുകാരുണ്ടായിരുന്നു. ഇവർ മരം വെട്ടാൻ വേണ്ടിയിട്ട് ഒരു കാട്ടിലോട്ട് പോയി. അപ്പോൾ കാട്ടിലോട്ട് പോയപ്പോൾ ഒരാൾക്ക് ഭയങ്കര കോമ്പറ്റീഷനാണ്. അതായത് ഇന്ന് വൈകുന്നേരമാകുമ്പോൾ അവനേക്കാളും കൂടുതൽ മരം ഞാൻ വെട്ടണം, ഞാനായിരിക്കണം ഏറ്റവും കൂടുതൽ മരവുമായിട്ട് ഇന്ന് ചന്തയിലെത്തുക, എനിക്കായിരിക്കണം ഇന്ന് ചന്തയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പണം ലഭിക്കുക. അപ്പോൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് അയാൾ വന്നത് മുതലേ ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം പോലും കഴിക്കാതെ റെസ്റ്റ് ഇല്ലാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇയാൾ ഇങ്ങനെ മരം വെട്ടുന്നത് മാത്രം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ ആൾ ഇടയ്ക്ക് റെസ്റ്റ് എടുക്കും, ഇടയ്ക്ക് ഇതുപോലെ അയാളുടെ മഴ ഒന്ന് മൂർച്ച കൂട്ടും, ക്ഷീണിക്കുമ്പോൾ എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ച് റിലാക്സ് ആവും, വീണ്ടും മരം വെട്ടും. ഇങ്ങനെ ചെയ്തു. അങ്ങനെ അവസാനം നിങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ ഈ രണ്ടാമത്തെ ആൾ, എല്ലാവരും കേട്ട കഥയായിരിക്കും അല്ലേ. ഈ രണ്ടാമത്തെ ആൾക്ക് കൂടുതൽ പ്രൊഡക്ടിവിറ്റി കണ്ടെത്തി. അതായത് അയാൾക്ക് കൂടുതൽ മരം വെട്ടാൻ പറ്റി, കൂടുതൽ പണം ലഭിക്കുകയും ചെയ്തു. അളവിലും കൂടുതലായിരുന്നു. കൂടാതെ അയാൾ ആ മരം കൊണ്ടു കൊടുത്തപ്പോൾ ആദ്യത്തെ ആൾക്ക് മരം വിറ്റ് കിട്ടിയ ഒരു നിശ്ചിത ക്വാണ്ടിറ്റി ഉണ്ടാവുമല്ലോ, അതിനേക്കാൾ വില ഇയാൾക്ക് കിട്ടുകയും ചെയ്തു. അതിനെന്തായിരുന്നു കാരണം? നിങ്ങൾ പണ്ട് കേട്ടതുപോലെ തന്നെ ഇയാൾ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? ഇയാളെ മൈ ഷാർപ്പൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അയാൾക്ക് എന്തായി? പണി പകുതി ആ ഒരു ഭാരം കുറഞ്ഞു അല്ലേ. മൂർച്ചയില്ലാത്തൊരു മഴ കൊണ്ട് നമ്മളിങ്ങനെ മരം വെട്ടുമ്പോൾ നമുക്ക് വെട്ടാനുള്ള ആ ഒരു വേഗത കുറയും. അതിന് പകരം ഇയാൾ ആ റെസ്റ്റ് ചെയ്ത സമയത്തിനേക്കാളും വേഗത്തിൽ അയാൾക്ക് എന്താക്കി? മൂർച്ചയുള്ള മഴ കൊണ്ട് വെട്ടാൻ പറ്റി. രണ്ടാമത്തെ ഒരു കാര്യം, അയാൾക്ക് പ്രത്യേകിച്ച് ക്ഷീണമോ കാര്യങ്ങളോ ഒന്നും വരാത്തതുകൊണ്ട് കൂടുതൽ ശക്തിയിൽ ഓരോ സമയവും വെട്ടുന്ന സമയം ഭയങ്കര ക്വാളിറ്റിയോട് കൂടിയിട്ട് അയാൾക്ക് വർക്ക് ചെയ്യാൻ പറ്റി. മൂന്നാമത്തെ ഒരു കാര്യം, അയാൾ റിലാക്സ് ആയിരുന്നു, അയാൾ ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു, മൈൻഡ് ഫ്രീ ആയിരുന്നു. സോ അയാൾ സെലക്റ്റീവായിട്ട് മരം വെട്ടി. അതായത് ഏറ്റവും ക്വാളിറ്റിയുള്ള നല്ല മരങ്ങളും നല്ല കാതലുള്ള മരവും നോക്കി വെട്ടി. ആദ്യത്തെ ആൾ എന്ത് ചെയ്യുന്നു? അതായത് അയാൾ ഇങ്ങനെ തുടർച്ചയായി മുന്നിൽ കണ്ട മരം, ഒരു മരം കഴിഞ്ഞ് അടുത്ത മരം, അങ്ങനെ അങ്ങനെ വെട്ടി വെട്ടി പോവാണ്. അപ്പോൾ ഏത് മരം എന്താണ് വേണ്ടത് അതിനെ കുറിച്ചിട്ടൊന്നും ചിന്തിച്ചില്ല. പക്ഷേ ഈ രണ്ടാമത്തെ ആൾ എന്ത് ചെയ്തു? മഴ ഷാർപ്പൻ ചെയ്തുകൊണ്ട് ജോലിഭാരം കുറച്ചു. അതുപോലെ അയാളൊന്ന് റിലാക്സായി, അയാളൊന്ന് മൈൻഡ് ഫ്രീ ആയി ചുറ്റുപാടൊക്കെ നിരീക്ഷിക്കുന്നതുകൊണ്ട് ഏറ്റവും ക്വാളിറ്റിയുള്ള മരം നോക്കി അയാൾക്ക് വെട്ടുകയും അതുവഴി ആ ഒരു മരത്തിൻ്റെ വാല്യൂ കൂടുകയും ചെയ്തു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ അനാവശ്യമായ വർക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഉള്ള വർക്ക് വളരെ സ്മാർട്ടായിട്ട് ഏറ്റവും ചെയ്യുമ്പോൾ അതിൻ്റെ 100% കൊടുത്തിട്ട് ചെയ്യാൻ പറ്റുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. ഇപ്പോൾ ഉദാഹരണത്തിന് ചില യൂട്യൂബേഴ്സിനെ നിങ്ങൾ കാണാറുണ്ടാകും. അവർ 1-2 വീഡിയോസൊക്കെ ആഴ്ചയിൽ ഇടുന്നുണ്ടാവുള്ളൂ. പക്ഷേ അത് കിടിലനായിരിക്കും. കാരണം അതിനു വേണ്ടി അവർ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. മറ്റു ചില യൂട്യൂബേഴ്സ് ഉണ്ടായിരിക്കും, ഇങ്ങനെ ഒരു ദിവസം തന്നെ കുറേ ഇടുന്നുണ്ടായിരിക്കാം. പക്ഷേ അവർക്ക് അത്ര ഫോളോവേഴ്സോ സബ്സ്ക്രൈബേഴ്സോ വ്യൂസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കിട്ടുന്നുണ്ടായിരിക്കില്ല. അപ്പം ഇത് നിരന്തരം ഇങ്ങനെ എന്താ പറയുക, വെറുതെ ഇങ്ങനെ വർക്ക് ചെയ്യുന്നതിനേക്കാൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി കുറച്ചുകൂടെ സ്മാർട്ടായിട്ട് കാര്യങ്ങൾ നീക്കുകയാണെങ്കിൽ നമുക്ക് വലിയ വിജയങ്ങൾ നേടിയെടുക്കാൻ പറ്റും. ഇത് എനിക്ക് പഠിക്കുന്ന കുട്ടികളോട് ഇത് തന്നെയാണ് പറയാനുള്ളത്. അതുപോലെ ലക്ഷ്യത്തിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നവരോടും ഇതാണ് പറയാനുള്ളത്. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം, പക്ഷേ എന്ത് ചെയ്യണം? അതിനനുസരിച്ച് നമുക്ക് ആവശ്യമായ റെസ്റ്റ്, എനർജി സ്റ്റോർ ചെയ്യാനുള്ള കാര്യങ്ങൾ, മൈൻഡൊക്കെ ഒന്ന് സെറ്റാക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ കുറച്ചുകൂടെ നല്ല ക്വാളിറ്റി ആയിട്ട് നിങ്ങൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ്
സപ്പോർട്ട് മീ.